വന്യജീവികൾ നാട്ടിലിറങ്ങി നിരപരാധികളെ കൊല്ലുന്നത് തടയാനുള്ള നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ആദ്യം വേണ്ടത്. നിരപരാധികളുടെ ചോര വീഴുന്നത് അനുദിനം വർദ്ധിച്ചിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർ തുടരുന്ന നിസ്സംഗത ആശങ്കാജനകമാണെന്നും കൊല്ലപ്പെടുന്ന ഓരോ മനുഷ്യജീവനും കേവലം ചില നഷ്ടപരിഹാര തുക നൽകി ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിയുന്ന സർക്കാർ നടപടി തിരുത്താൻ തയ്യാറാകണമെന്നും മാർത്തോമാ മെത്രാപ്പോലീത്ത അഭ്യർത്ഥിച്ചു. തുലാപ്പള്ളി വട്ടപ്പാറയിൽ ബിജു തിങ്കളാഴ്ച പുലർച്ചെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ദാരുണമായ സംഭവമാണെന്നും അഭിവന്യ മെത്രാപ്പോലീത്ത ചൂണ്ടിക്കാട്ടി. വന്യമൃഗങ്ങൾ ധാരാളമായി മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നത് തടയണം. വലിയ വരൾച്ചയും ആവാസവ്യവസ്ഥയിലുണ്ടായ മാറ്റവും വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നതിന് കാരണമാകുന്നുണ്ട്. ആവാസവ്യവസ്ഥ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണം. കൂടാതെ കേന്ദ്ര വനം പരിസ്ഥിതി നിയമത്തിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണ്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തണം. കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിലുള്ള നിസ്സംഗത വെടിയണം. വന്യജീവി ആക്രമണത്തിൽ ജീവൻ മാത്രമല്ല കോടിക്കണക്കിന് രൂപയുടെ ജീവനോപാധികളും മറ്റും നഷ്ടപ്പെടുന്നത് നിസ്സാരമായി കാണരുതെന്നും ഓർമ്മപ്പെടുത്തി. മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാതെ സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന ഈ ഭീകരാവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കാണാൻ അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്നും മാർത്തോമാ മെത്രാപ്പോലീത്ത ആവശ്യപ്പെട്ടു. ഷെഗ്യാന ന്യൂസ്, പത്തനംതിട്ട.